ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ മാർച്ച് 13-ന് ശേഷം പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനകൾക്കിടെ ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ച അന്തിമഘട്ടത്തിലേക്ക്. ഉത്തർപ്രദേശിനും ഡൽഹിക്കും പിന്നാലെ പശ്ചിമ ബംഗാൾ ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യം സീറ്റ് ധാരണയിലേക്ക് എത്തുകയാണ്. പൊതു തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ കമ്മീഷൻ ഒന്നിലധികം സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇപ്പോൾ തമിഴ്നാട് സന്ദർശനത്തിലാണ്. അതിനുശേഷം ഉത്തർപ്രദേശും ജമ്മു കാശ്മീരും സന്ദർശിക്കാനാണ് തീരുമാനം. ഇത് പൂർത്തിയായാൽ മാർച്ച് 3-ാം വാരത്തിൽ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യവും സീറ്റ് വിഭജന ചർച്ച വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ്. പഞ്ചാബിൽ പരസ്പരം ഏറ്റുമുട്ടാൻ തീരുമാനിച്ചെങ്കിലും ഗുജറാത്തിലും ഹരിയാനയിലും അസമിലും AAP-യുമായി സഖ്യത്തിന് കോൺഗ്രസ് തയ്യാറായിരുന്നു. ഇത് കണക്കിലെടുത്ത് ഡൽഹിയിൽ 3 സീറ്റ് AAP നൽകുമെന്നാണ് വിവരം. നേരത്തെ 2 സീറ്റ് നൽകാനേ AAP തയ്യാറായിരുന്നുള്ളൂ. നിലവിലെ ധാരണയനുസരിച്ച് സൗത്ത് ഡൽഹി, വെസ്റ്റ് ഡൽഹി, നോർത്ത് വെസ്റ്റ് ഡൽഹി, ന്യൂഡൽഹി സീറ്റുകളിൽ AAP-യും ചാന്ദ്നി ചൌക്ക്, ഈസ്റ്റ് ഡൽഹി, നോർത്ത് ഈസ്റ്റ് ഡൽഹി സീറ്റുകളിൽ കോൺഗ്രസും മത്സരിക്കാനാണ് സാധ്യത. മഹാരാഷ്ട്രയിൽ ആകെയുള്ള 42 സീറ്റുകളിൽ 39-ൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. 39 സീറ്റുകളിൽ കോൺഗ്രസ്, NCP, ശിവസേന, ഉദ്ധവ് വിഭാഗങ്ങൾ തമ്മിൽ ധാരണയായെന്നാണ് ചർച്ചകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞത്. പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഘാഡിയെ സഖ്യത്തിലെടുക്കാനുള്ള ചർച്ച നടക്കുന്നതിനാലാണ് മറ്റ് സീറ്റുകളിൽ ധാരണയിലെത്താത്തതെന്നാണ് നേതാക്കൾ പറയുന്നത്. തമിഴ്നാട്, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലും മാർച്ചിനുള്ളിൽ ധാരണയിലെത്താനാണ് ഇന്ത്യ സഖ്യത്തിന്റെ ശ്രമം. ബീഹാറിൽ മാർച്ച് 3-ന് പട്നയിൽ നടക്കുന്ന മഹാസഖ്യ റാലിയിൽ ധാരണ പ്രഖ്യാപിക്കും. രാഹുൽ ഗാന്ധിയും റാലിയിൽ പങ്കെടുക്കും. ബീഹാറിലെ 40 സീറ്റിൽ RJD 28, കോൺഗ്രസ് 8, PIML 2, CPI, CPM ഓരോന്നു വീതം എന്ന നിലയിലാണ് RJD മുന്നോട്ട് വെച്ച നിർദ്ദേശം. JDU BJP-ക്കൊപ്പം ചേർന്ന സാഹചര്യത്തിൽ കോൺഗ്രസും CPIML-നും കൂടുതൽ സീറ്റ് ലഭിച്ചേക്കും. തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെയാവും സീറ്റ് വിഭജനം. കമൽഹാസന്റെ മക്കൾ നീതി മയ്യം കോൺഗ്രസിൽ ചേർന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള സാധ്യത ആരായുന്ന പശ്ചാത്തലത്തിൽ സീറ്റിന്റെ കാര്യത്തിൽ ചിലപ്പോൾ മാറ്റം വരും. അതേസമയം ഓരോ സംസ്ഥാനത്തെയും സാഹചര്യമനുസരിച്ച് മത്സരിച്ച് നഷ്ടപ്പെട്ട പ്രാധാന്യം വീണ്ടെടുക്കാമെന്ന് CPM കാണുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ CPM തന്ത്രത്തിന് അടിസ്ഥാന ലക്ഷ്യം. എന്ത് നീക്കുപോക്കിനും പാർട്ടി തയ്യാറാകുമെന്നാണ് സൂചന. അതിന് സൗകര്യം പോലെ പ്രത്യയശാസ്ത്ര വ്യാഖ്യാനങ്ങളും നൽകും. കേരളവും ബംഗാളും ഉൾപ്പെടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി 40ഓളം സീറ്റുകളിൽ മത്സരിക്കാനാണ് CPM ശ്രമം. കേരളത്തിൽ കോൺഗ്രസുമായി ഏറ്റുമുട്ടുന്ന CPM 15 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. 4-5 സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യത്തിൽ പാർട്ടി മത്സരിക്കും. രാജസ്ഥാൻ, അസം, മഹാരാഷ്ട്ര, തമിഴ്നാട്, ബീഹാർ സംസ്ഥാനങ്ങളിലാണ് സഖ്യസാധ്യത CPM തേടുന്നത്. തെലങ്കാന, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ CPM ഒറ്റയ്ക്ക് പോരാടാനാണ് നീക്കം.